നമസ്തേ. യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ ഒരു സ്റ്റാൻഡിങ് യോഗ ഫ്ലോ ആണ് ചെയ്യുന്നത്. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ പ്രാക്ടീസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രാക്ടീസാണ്. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാറ്റിൻ്റെ ഒരു വശത്തോട്ട് പൊസിഷനിൽ നേരെ നിവർന്ന് താടാസനയിൽ നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ 1.5 മീറ്ററോളം അകത്തി വെക്കുക. വലത് കാൽപാദം വലതുവശത്തോട്ട് തിരിച്ചു വെച്ചു. വലത് കാലിൻ്റെ മുട്ടുമടക്കി കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കുക. വീരഭദ്രാസന 2 അല്ലെങ്കിൽ വാരിയർ പോസാണിത്. നോർമൽ ബ്രീത്തിങ്ങിൽ വലത് കൈവിരലിലേക്ക് നോക്കി മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 and 10. അവിടെ നിന്നും കാലിൻ്റെ പൊസിഷന് വ്യത്യാസമില്ല. വലത് കൈയിൻ്റെ ഫോറാം കാൽമുട്ടിന് മുകളിൽ വെച്ചു. ഇടത് കൈ ചെവിയായിട്ട് ചേർത്ത് വെക്കുക. പാർശ്വകോണാസന. 1 2 3 4. ഇനി കൈ താഴെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ താഴെയായിട്ട് പതിച്ച് വെക്കുക. പക്ഷെ മുന്നിലോട്ട് ആഞ്ഞു പോകരുത്. എക്സ്റ്റെൻഡഡ് സൈഡ് ആംഗിൾ, കൈകൾ വശങ്ങളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 7 8 9 and 10. അവിടെ നിന്നും കാൽമുട്ട് നിവർത്തി നമ്മൾ ത്രികോണാസന ചെയ്യുന്നത് പോലെ. അപ്പോൾ കൈ കുറച്ചുകൂടി പിറകിലോട്ട് ഇറക്കി വെച്ചു. കൈ മുകളിൽ ഉയർത്തി വെച്ചിരിക്കുന്ന കൈ നേരെ മുകളിലോട്ട് നീട്ടിപ്പിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശരിയായിട്ട് ചേർത്ത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 and 5. അതേപോലെ നമ്മൾക്ക് തിരിച്ചു വരാം. പാർശ്വകോണം. 1 2 3 4 5. വീരഭദ്രാസന. 1 2 വലത് കൈവിരലിലോട്ട് നോക്കുക. 3 4 and 5. ഇൻഹേൽ നേരെ വരാം. ഇനി കാലുകൾ റിലീസ് ചെയ്യണമെങ്കിൽ കാലുകളൊന്ന് റിലീസ് ചെയ്ത് കുടഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് കാലുകളൊന്ന് റിലീസ് ചെയ്തു കാലുകളൊക്കെ കുടയണം എന്നുണ്ടെങ്കിൽ കുടയാം. എന്നിട്ട് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ അതേ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് എതിർവശം ചെയ്യാം. ഇടത് കാൽ ഇടതുവശത്തോട്ട് കാലുകൾ അകത്തി വെക്കുക 1.5 മീറ്ററോളം. ഇടത് കാൽപാദം ഇടതുവശത്തോട്ട് തിരിച്ചു. കാൽമുട്ട് മടക്കി കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചു. ഓക്കെ, അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആണ്. ദെൻ ഇടത് കൈവിരലിലോട്ട് നോക്കുക. നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ കാൽമുട്ടും കാലിൻ്റെ പാദം അല്ലെങ്കിൽ ആംഗിളിനെയും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. 4 5 6 7 8 9 and 10. പാർശ്വകോണം. ആദ്യത്തെ വേരിയേഷൻ. 1 2 3 4 5. ഓക്കെ ആയിട്ടുള്ളവർ കൈ താഴെ. 1 2 കൈപ്പത്തിയിലോട്ട് നോക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ കൈപ്പത്തിയിലോട്ട് നോക്കാം. ആൻഡ് 5. ഇനി ത്രികോണാസനയാണ്. കാൽമുട്ട് നിവർത്തി കൊടുത്തു. കൈ നേരെ മുകളിലോട്ട് നീട്ടിപ്പിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈകൾ ചെവിയായിട്ട് ചേർന്ന് വെക്കുന്ന രീതിയിൽ ബൈസെപ്സ് ചെവിയായിട്ട് ചേർത്ത് വെച്ച് നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സാവധാനം വീണ്ടും അതേപോലെ തിരിച്ചു വരിക. പാർശ്വകോണാസന. 1 2 3 4 5. ദെൻ വീരഭദ്രം 2 വാരിയർ 2 ആണ്. 1 2 3 4 5. ഇൻഹേൽ നേരെ, എക്സേൽ റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ കൂടി, ഈ ഒരു 3 ആസനാസ് ഒരുമിച്ചുള്ള ഒരു യോഗ ഫ്ലോ ആണ് നമ്മൾ ചെയ്തത്. ആ ഒരു ഫ്ലോ കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ യോഗ പ്രാക്ടീസിൽ. അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്. ഇത് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുന്നേ കുറച്ച് ലൂസനിങ് പ്രാക്ടീസസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇത് 3 സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആസനാസ് ഒരു ഫ്ലോയിൽ നമ്മൾ തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഒരു ഫ്ലോ ആയിട്ട് ചെയ്തു പോയതാണ്. ഇതുപോലെ പല ആസനാസ് കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.